ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഷിരോദ സിയൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ അല്പം വൈകി. കാരണം ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ അതിന് നിമിത്തമായി. തിരയടങ്ങാത്ത ഈ കടലും നമ്മുടെ പാഷൻ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ഒക്കെ ഒരുപോലെയാണെന്ന് തോന്നാറുണ്ട്. കടൽ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഈ തിരമാലകളെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ഇങ്ങനെ ഒരു പശ്ചാത്തലം തിരഞ്ഞെടുത്തത്. 1500-ലധികം കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ നിന്നും പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഒരവസ്ഥ. മറ്റൊന്നുമല്ല, റിട്ടയർമെൻറ്റ്. അപ്പോഴുണ്ടാകുന്ന ഒരു ശൂന്യത, അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ആലോചനയായിരുന്നു റിട്ടയർമെൻറ്റിനോട് അടുക്കും തോറും ഓരോ ദിവസവും എൻ്റെ മനസ്സിൽ. ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഒന്നും പെർമനൻ്റ് അല്ലല്ലോ, മാറ്റങ്ങളുണ്ടായേ പറ്റൂ. ഒരിക്കൽ പുസ്തകങ്ങളെ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്നു. വീടിനടുത്തുള്ള വായനശാല, അച്ഛൻ കൊണ്ടുവന്നിരുന്ന പുസ്തകങ്ങൾ, ന്യൂസ് പേപ്പർ, അങ്ങനെ എന്തിന് കടയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊതിഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന കുഞ്ഞു കുഞ്ഞു പേപ്പർ കഷ്ണങ്ങൾ പോലും എൻ്റെ വായനയ്ക്ക് കാരണമായി. പിന്നീട് എപ്പോഴോ ആ ശീലവും നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടപ്പെടാത്ത ഒരു പാഷൻ എന്നിലുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന ലാപ്പുകളിൽ ഓടിത്തീർക്കുവാനുള്ള എനർജിക്ക് വേണ്ടിയാകാം അങ്ങനെ ഒരു ബോണസും കൂടി തന്ന് യൂണിവേഴ്സ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. എൻ്റെ പാഷനിലേക്ക് തന്നെ ഞാൻ വീണ്ടും തിരിച്ചെത്തി. അതിന് കാരണം, അതിനെന്നെ ഇൻസ്പയർ ചെയ്ത ഒരാളുണ്ട്. ചേർത്തലയിലെ ആർട്ട് സ്റ്റുഡിയോയുടെ ഉടമയായ സിനി നല്ലൊരു ചിത്രകാരിയും അതിലുപരി ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. സിനിയുടെ അച്ഛനായ ബഹുമാനപ്പെട്ട ബാലകൃഷ്ണൻ സാറാണ് എനിക്ക് ചിത്രകലയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്. വളരെ കുറച്ച് നാളുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് പഠനം, ജോലി, അങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ അവസാന ലാപ്പുകളിൽ ഞാൻ ഓടിത്തുടങ്ങി എൻ്റെ സ്വന്തം ചിത്രകലയുമായി. സിനിയോടൊപ്പം പല എക്സിബിഷൻസിലും പങ്കെടുത്തു. എൻ്റെ പെയിൻറ്റിങ്സ് പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. പെയിൻറ്റിങ്സിൻ്റെ ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടി വർക്ക് തുടങ്ങുമ്പോൾ മുതലുള്ള വീഡിയോസ് ഞാൻ എടുത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ വീഡിയോസിൻ്റെ എണ്ണം കൂടിയപ്പോഴാണ് പുതിയ പുതിയ ചിന്തകൾ മനസ്സിലെത്തിയത്. അതുവരെ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാതിരുന്ന ഞാൻ യൂട്യൂബിനെ കുറിച്ചും FBയെക്കുറിച്ചും ഇൻസ്റ്റയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ 2025 ജൂലൈയിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു. അന്നു മുതൽ എല്ലാ സാറ്റർഡേയ്സിലും വൈകുന്നേരങ്ങളിൽ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. പരിചയക്കുറവ് കൊണ്ടാകാം, ഒരു കാര്യം മാത്രം ഞാൻ ചെയ്തില്ല, നിങ്ങളുടെ മുന്നിൽ എൻ്റെ ചാനലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനലിനെ നിങ്ങളുടെ മുന്നിലൊന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ദി ട്രഡീഷണൽ ക്യാൻവാസ്. പേര് മറക്കണ്ട, ദി ട്രഡീഷണൽ ക്യാൻവാസ്. നാളെ എന്നത് നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എൻ്റെ ചാനലിനെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.